ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ മോർണിംഗ് നീച്ച് കുളിയൊക്കെ കഴിഞ്ഞതാ, തുണിയും കാര്യങ്ങളൊക്കെ മാറ്റി പള്ളിക്ക് പോകാൻ നിൽക്കുകയാണ്. എന്തായാലും കുട്ടിയെ ഓക്കിൻ്റെ ഉറക്കട്ടെ ഗൈസ്. അപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖമാവട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റാശി അടുക്കളയിലാട്ടോ. എന്തായാലും അനിയനൊക്കെ ഡ്രസ്സ് മാറ്റി ഇറങ്ങി, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. വലിയ റാത്തല്ലേ? എന്തായാലും ഇൻഷാ അല്ലാഹ്. എന്താ കുട്ടി ഉറങ്ങാണ്. കുട്ടി നല്ല ഉറക്കത്തിലാണ്. അപ്പുറത്തെ നല്ല ഉറക്കത്തിലാട്ടോ. ആരും വന്നാലിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അത്ര നല്ല ഉറക്കത്തിലാണ് കുട്ടി ഉറങ്ങുന്നത്. പിന്നെ മാറ്റി ഇഞ്ചക്ഷൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും കുട്ടി എണീച്ചിട്ട് കുപ്പാക്കി മാറ്റി കുട്ടി എണീച്ചു. അപ്പോൾ കുട്ടിയുടെ ചോട്ടിൽ ഈദ് മുബാറക് എണീറ്റ് ഞങ്ങൾ നേരെ ഇറങ്ങാൻ പോട്ടെ ഗൈസ് അല്ലേ? ഒരു ഈദ് മുബാറക്ക് പറഞ്ഞ ഈദ് മുബാറക്ക് പറടാ. കാപ്പോട് നോക്കണം മമ്മി. ഓർക്ക നീച്ചതിന് മപ്പാട്ട് മുഖം കാണുന്നത് അല്ലേ? അല്ലേ? ബായ് കാക്കു, ബായ്. വൈറ്റ് വൈറ്റുമല്ലോ. 7:40 പറഞ്ഞു. 7:50 നടന്നോട്ടെ. 7:50 7:50 നിസ്കാരം. ഞാനിവിടെ 7:40 പറഞ്ഞു നേരത്തെ വരാൻ വേണ്ടിയിട്ട്. ഏത് ഷർട്ട് നിലത്ത? ഓ, ബ്രാൻഡൊക്കെ ഇഷ്ടമായിട്ടോ. ഇഷ്ടമായി. രണ്ട് ഡ്രസ്സ് പോരാട്ടല്ലേ? അപ്പൊ പെരുന്നാളിന് കുറെ കാലം ശേഷം പൊള്ളിക്ക് പോകണല്ലേ? പക്ഷേ കേൾക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ഈശായികളിൽ കുറച്ച് ഗ്ലാമർ വെച്ച് കൊണ്ടുപോകും. ഞാനേ guys. وثلاثة أيام بعد يوم النهر والتكبير سواء في المصر وغيره من صبح يوم عرفة كانقضاء صلاة العصر إلى آخر أيام التشريق. الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. واجتنب الصوم في هذه الأيام فإنها أيام أكل وشرب وبناء. فإذا ضحيتم فكلوا منها وأطعموا وتزودوا أوسعوا على فقرائكم وما ملكت أيمانكم من عيدكم وإمائكم وقولوا بالأخيار مقتدين وفي مقاصد الرشد محتدين واكسب الغواية معرضين أيها الناس. വിശേഷം സുഖല്ലേ? ഇവിടെ പെരുന്നാൾ കഴിഞ്ഞതാ പരിപാടി. എല്ലാരും ഫോട്ടോ ഒക്കെ ഓരോരുത്തരും വന്നോണ്ടിരിക്കട്ടെ ഗൈസ്. നമ്മളെ മൂസക്കുഞ്ഞ് കാണട്ടല്ലേ? മൂസക്കുട്ടി പെരുന്നാൾ കഴിഞ്ഞതാണ് പരിപാടി. എല്ലാരും ഫോട്ടോ ഒക്കെ വന്നോണ്ടിരിക്കും. ഓരോരുത്തരും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. മുസ്തഫ സുഖല്ലേ? ഇതാ അവിടെ ഒരുത്തർ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുറച്ചൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഭാഗത്തോട്ടോ. ഇതാണ് അമ്മീന്. ആഷിക സുഖല്ലേ? സ്പെഷ്യൽ ഇങ്ങനെ കേട്ടോ. ചേനപ്പേര് ഉണ്ടാവും, പുളിഞ്ചി ഉണ്ടാവും, സാമ്പാർ പായിട്ടിട്ട് നിരത്തി ഇങ്ങനെ നിൽക്കും. അതാണ് ഞങ്ങളുടെ വഴി. പെണ്ണാണെങ്കിൽ ഇലയും കൊണ്ടുണ്ട്, ഞങ്ങൾ ചോറ് കൊണ്ടുണ്ട്. അതേപോലത്തെ ഇലയിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ തിന്നണം. അതാണ് ഇവിടുത്തെ പെരുന്നാൾ. അതിൽ മിമോളാണെങ്കിലോ ഫസ്റ്റ് നിന്ന് കൊടുക്കാണ് ചോറ് വാങ്ങുന്നത്. അപ്പോൾ നമ്മളെ പെരുന്നാൾ ഫുഡും കാര്യങ്ങളും ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ നിലത്തിയിരുന്ന് കഴിക്കണം. അതാണ് ഇവിടുത്തെ പെരുന്നാളിൻ്റെ പ്രത്യേകത.
ചോറ് വാരിട്ടോ, ചോറ് വാരി അടിയിട്ട് എമ്മ ചോറ് വാരി അടിയിട്ട് ഇപ്പൊ അടിക്കുവാന്. ആ ചോറ് വാരി പഠിക്കും. തല്ലൂടെ അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കാണ് തല്ലൂടി കൊണ്ടിരിക്കാണ്. ആ അപ്പൊ ഇമ്മിപ്പി ഒന്നിച്ചിരിക്കാലോ കേട്ടോ. ഒരാൾ ഇവിടെ ഇരിക്കാലോ. നമ്മള് ഐസ്ക്രീം മേടിക്കാൻ വന്നൊക്കെ കേട്ടോ. ഐസ്ക്രീം കൊടുത്തൂടെ പെരുന്നാളിന് സംഭവം. ഐസ്ക്രീം കൊടുത്തു ഇവിടുന്ന് നമ്മള് അങ്ങനെ മക്കളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കും കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിൽ വലിയമാക്ക ഏരിയ പോകാൻ നിൽക്കാണ്. എമ്മിയുടെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റാഷ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. റാഷിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഒരു ഇതൊന്ന് മേക്കപ്പ് ഫേഷ്യൽ ചെയ്തെന്താ വേറെ ഒന്നല്ല. ഒന്നാമത് കുറച്ച് വൈകി. അപ്പൊ എന്തായാലും വീട് എമ്മോളെ അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ റാഷേ. അപ്പൊ എന്തായാലും പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു തോന്നുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയില്ല എന്നൊരു വാർത്ത കേട്ടു. കാരണം ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു ഈദും പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെരുന്നാൾ ഉപയോഗിക്കാൻ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല. എൻ്റെ അവർ മരിച്ചിട്ടുണ്ട്, ഇവർ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഷാൻ്റെ ഇപ്പം മരിച്ചു പോകണല്ലോ. അപ്പോൾ അതിനൊക്കെ പെരുന്നാൾ ഇതുണ്ടാകുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സങ്കടം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലേ. എന്നാലും ഇപ്പോൾ ഞങ്ങൾ വലിയ പെരുന്നാളായിട്ട് വലിയതായെന്നും വയ്ക്കുന്ന പോലെ തന്നെ ചോറ്, അതുപോലെ തന്നെ ഇറച്ചി ഇതൊന്നും മേടിക്കാനില്ല. ചോറും പിന്നെ ചേനപ്പേര്. ഇവിടെ പെരുന്നാളിന് ചേനപ്പേര് ഇതട്ടോ. നിങ്ങളെ വീട്ടിൽ പെരുന്നാൾ എന്താ ഉണ്ടാക്കാൻ ഒന്ന് കമ്മേനിട്ട് കേട്ടോ. ഒന്ന് കമ്മേനിട്ട്. ഇവിടെ വീട്ടിൽ ബിരിയാണിയാണ്. എൻ്റെ വീട്ടിലെന്നും ഈ ചോറ് കുമ്പളങ്ങാരി അങ്ങനെയൊക്കെയാണ് വൈബ്. നിങ്ങളുടെ വീട്ടിൽ എന്താ കമ്മേനിടണം കേട്ടോ. ഇല്ലേ റാഷേ? അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ പെരുന്നാളായിട്ട് എന്തൊക്കെ പരിപാടി അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും ഇൻഷാല്ലാ കുറേ ആൾക്കാർ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകണ്ടില്ല. എങ്ങനെയൊക്കെ പോകണമെന്ന് ആർക്കും അറിയില്ല. ഇന്നിങ്ങനെ കമ്മേനിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകണത് ഇവിടെ വീട്ടിലേക്കാണ്. നേരെ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടാക്കണം. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണം. ആ ഞാൻ നാളെ തിരിച്ചു വരും. ഞാൻ അവിടെ ഒറ്റയ്ക്ക് കയറാം. അപ്പോൾ അടിച്ചു പൊളിക്കണം. പെണ്ണിലെത്തിൻ്റെ സുഖം വേറെ റാഷേ. അങ്ങനെ കേട്ടോ. എൻ്റെ എമ്മിമോളിലേക്ക് എന്ത് സുഖം. എമ്മിമോൾ എടുക്കടി ഓടുകടി തക്കടു കൊടുത്ത കൊടുത്ത ഒരാളെ കസാനുള്ളിൽ എന്താ കിട്ടുക നോക്കാണ് അല്ലേ റാഷേ? കിട്ടുമോ കുപ്പി കിട്ടുമോ? അപ്പൊ എന്തായാലും മക്കളെ ഉച്ചയായിട്ടുണ്ട്. നമ്മൾ 10 മണിക്ക് ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡ് റാഷിന്റെ ഫുഡ് നോക്കിക്കോ. നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ എപ്പോഴാണ് മഴക്കാറുണ്ട്. ഓക്കെ ഞങ്ങൾ നിസ്കാരം കേട്ടോ. ഓക്കെ നിസ്കാരം കഴിഞ്ഞൊക്കെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. നിസ്കാരം കഴിഞ്ഞൊക്കെ എന്തെടുക്കണം. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് 7 മണി 8 മണിയാകുമ്പോൾ 8:09 നിസ്കാരം കഴിയും. 9 ചെക്കന്മാർക്കിലൂടെ ഫോട്ടോ ഒക്കെ എടുത്തുണ്ടല്ലോ. അന്നേരത്തേക്ക് ഞങ്ങൾ ഒരു 10:10 ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു ഉറക്കമുണ്ട്. ആ ഉറക്കം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉച്ച സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തോളും ഉച്ചക്കത്തെ ഫുഡ് ഒരുപാട് വളർന്നു. അപ്പോൾ ഇലയിലും കാര്യങ്ങളായിട്ടാണ് കഴിച്ചത്. അങ്ങനെ കണ്ടില്ലേ വീഡിയോ അല്ലേ? എമ്മയ്ക്ക് പായസം നല്ല ഇതാകും. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഈ കൊച്ചു വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഈദ് മുബാറക്ക് വീണ്ടും പറയണു. അപ്പോൾ ഇൻഷാല്ലാ നാളെ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ പോകണം. അതിൻ്റെ വീഡിയോ നമുക്ക് ഇൻഷാല്ലാ കാണാം കേട്ടോ. അവളെ വീട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും.